നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. സെവൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടാവില്ല, അവർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കിത് ലൈഫ് ലോങ് ഒന്നിച്ചു പോവാം എന്നുള്ളൊരു ക്ലാരിറ്റി തരാതെ റിലേഷനെ കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നിങ്ങളെ എപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിർത്തുന്ന ഒരു റിലേഷനാണിത് എന്നാണ് കാണിക്കുന്നത്. ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. അവർ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അതോ അവർക്ക് അവരുടെ ലൈഫിൽ മറ്റു റിലേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഇതിനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ടോ, അങ്ങനെ ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി റിലേഷനിൽ തരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. ഈ റിലേഷൻ തൽക്കാലത്തേക്ക് ഇപ്പം എൻഡായി നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ എപ്പോഴും ഈ റിലേഷനിൽ ഒരു എൻഡിങ്ങിലോട്ട് പോയാലും അത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻ ഒരു പ്രതീക്ഷ ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്, അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അതുകൊണ്ടാണ് ഈ റിലേഷനോട് തിരികെ വരുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷനാണിത് എന്നാണ് കാണിക്കുന്നത്. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻ ഒരു ചിലപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള റിലേഷൻ ആയിരിക്കാം, പക്ഷേ ഇപ്പോഴും ഈ റിലേഷൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് അവർ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ പല കാര്യങ്ങളെയും ഭയക്കുന്നു. ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻസ് ആയിരിക്കാം. എന്തായാലും അവരെ ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതിൽ അവരെ പല കാര്യങ്ങളും സാഹചര്യങ്ങളായിരിക്കാം അവരെ ഈ റിലേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ലവേഴ്സ് എനർജിയാണ് ഇവിടെ. ഈ റിലേഷൻ ഇതുവരെ കൊണ്ടുപോയത് ഈ ഒരു സിക്സ് ഓഫ് കപ്സ് എനർജി ഇമോഷണൽ ബോണ്ടിങ്ങും അതുപോലെ ഈ ഒരു ലവേഴ്സ് എനർജിയുമാണ്. അതായത് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഇമോഷണലി ഉള്ള ആ ഒരു ഡീപ്പ് കണക്ഷൻ, അതാണ് ഈ റിലേഷനെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത്. ഇത് ഒരുപാട് നാളായിട്ടുള്ള ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫ്യൂച്ചർ ലൈഫ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഇത്രയും നാളായിട്ടുള്ള റിലേഷനായിട്ട് പോലും ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല, അതിലൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്തത്, ഈ റിലേഷൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആണോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ട്. ഇനി മുന്നോട്ടും ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫ് ഇവിടെ സ്പോയിലായി പോകും, നിങ്ങൾ അത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചത് വെറുതെ ആവോ എന്നുള്ള ഒരു പേടി നിങ്ങളെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അലട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ചിലർക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം, കരിയർ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇവിടെ ഡിലേ വരുന്നത്. അതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റിയിലോട്ട് അവർ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഗ്രോത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് എത്താം, അതിനുശേഷം ഒന്നിച്ചത് റെഡിയാക്കാം എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു അവർ ഫോക്കസ് ചെയ്ത കാര്യം അച്ചീവ് ചെയ്യാതെ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് പോവില്ല എന്നുള്ള ഡിസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫോർ ഓഫ് വാൺസ് എനർജിയാണ്. ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ റിലേഷനിൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻ
ഇവിടെ ഈ റിലേഷനിലൊരു കമ്മിറ്റ്മെന്റ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വെക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ ഫിക്സ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പോകുന്നു. ഇവിടെ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് ഇത് പോകാനുള്ള സൂചനയാണ് കാണിക്കുന്നത്. ഒരു റീയൂണിയൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്തായാലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അതിന്റെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ദ ഹെയറോഫന്റ് എനർജിയാണ് ഇത്. ഉറപ്പായിട്ട് ഒരു മാരേജിലോട്ട് പോകുന്ന ഒരു റിലേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇതൊരു എൻഗേജ്മെന്റ് കാർഡാണ്. ഒരു രണ്ട് ഫാമിലിയും തമ്മിൽ ഒന്നിച്ചൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാർഡാണ്. അതുപോലെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് മാരേജ് കാർഡാണ്. ഹെയറോഫന്റ് എനർജി എന്ന് പറയുമ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ഈ റിലേഷൻ പോകുന്നു. കമ്മിറ്റ്മെന്റ് ഉറപ്പാണ് ഈ റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത്. ഇതുവരെ ഇതിലൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഭവം, ഒരു ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നതായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഒന്നിച്ചുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ ക്ഷമിച്ച് ആ റിലേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പെയിൻ ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആള് നിങ്ങളോട് ക്ഷമിക്കുക. നിങ്ങളെ ആളെ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് സംസാരത്തിലായിരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യം അതുപോലെ അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവർ പറയുന്ന കാര്യം നിങ്ങളും അതുപോലെ ആയിരിക്കില്ല എടുക്കുന്നുണ്ടാവുക. അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ സംസാരിക്കാനും ക്ലിയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂൺ 1988, ലെറ്റർ എം. 1992 ഒക്ടോബർ, മാർച്ച് 1994, ലെറ്റർ യു. പത്തനംതിട്ട, കൊല്ലം, നവംബർ, കോഴിക്കോട്, ലെറ്റർ ആർ, പൂരുട്ടാതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.